8ാം ക്ലാസ്സുകാർക്ക് ഓണം എക്സാമിനോടനുബന്ധിച്ചുള്ള നമുക്ക് കെമിസ്ട്രിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫിസിക്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത നമുക്ക് കെമിസ്ട്രി നോക്കാം. ആദ്യത്തെ 2 എന്ന് പറയുന്നത് ഒരു സ്കോർ വീതമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. മാച്ച് ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ ചേരുംപടി ചേർക്കുക. നോക്കിയോളൂ, എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ എലമെൻസിൻ്റെയൊക്കെ സിമ്പൽ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയോളൂ, സോഡിയത്തിൻ്റെ സിമ്പൽ ഏതാണ്? സോഡിയത്തിൻ്റെ സിമ്പൽ CNA ആണല്ലോ. അടുത്ത കാൽസ്യത്തിൻ്റെ സിമ്പൽ CAD അല്ലേ? അപ്പോൾ 2D. അപ്പോൾ 1C എന്ന് നമ്മൾ കിട്ടി. അപ്പോൾ 1C ഉള്ള ഓപ്ഷൻ ഇതിൽ ഏതാണെന്ന് നോക്കണം. നമുക്ക് ഓപ്ഷൻ C ആണ് 1C ഉള്ള ഓപ്ഷൻ ആണല്ലോ. അടുത്തത് 2 കാൽസ്യത്തിൻ്റെ എന്താണ് സിമ്പൽ? CA അല്ലേ? സോഡിയത്തിൻ്റെ Na, കാൽസ്യത്തിൻ്റെ CA, അപ്പം 2D. അടുത്ത 3 പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ K ആണ്. അപ്പം 3B. കോപ്പറിൻ്റെ സിമ്പൽ എന്താണ്? CU. അപ്പോൾ 4A. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. 1C, 2D, 3B, 4A. സോഡിയത്തിൻ്റെ Na, കാൽസ്യത്തിൻ്റെ CA, പൊട്ടാസ്യത്തിൻ്റെ K, കോപ്പറിൻ്റെ CU. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ. താഴെ 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഒന്നാമത്തെ പ്രസ്താവന. ബ്ലാക്കനിങ് ഓഫ് സിൽവർ നൈട്രേറ്റ് കെപ്റ്റ് ഓപ്പൺ ഈസ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അതായത് തുറന്നു വച്ച സിൽവർ ക്ലോറൈഡ് കറുത്തു പോകുന്നത് ഒരു പ്രകാശ രാസ പ്രവർത്തനമാണ്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിൽ ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശോർജം ആഗിരണം ചെയ്യപ്പെടുന്നു. ഇതാണ് 2 ഓപ്ഷൻസ്. ഇവിടെ നോക്കിയോളൂ, ഇതിലൊന്നാമത്തെ നോക്കിയോളൂ. സിൽവർ നൈട്രേറ്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിരുന്നാൽ അത് കറുത്തു പോകുമോ? അതൊരു പ്രകാശരാസ പ്രവർത്തനമാണോ? ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? സിൽവർ ക്ലോറൈഡ് നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിരുന്നാൽ അതെന്ത് ചെയ്യുന്നു? അത് ഒരു ബ്ലാക്കിഷ് കളർ അല്ലെങ്കിൽ കറുത്ത് പോകുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ പ്രകാശരാസ പ്രവർത്തനമാണ് എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത രണ്ടാമത്തത്, ഇവിടെ ലൈറ്റ് എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന്. ആണോ? ഇവിടെ അബ്സോർബ് ചെയ്യുന്നത് ലൈറ്റ് എനർജി തന്നെയാണ്. അപ്പോൾ എന്താണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നോക്കിയോളൂ, നമുക്ക് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ആണോ? ആണ് അല്ലേ? 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് 1. 2 എന്ന് പറയുന്നത് 1ൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ആണോ? അതെ അല്ലേ? 2 എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തുവാണ്? A ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് A ഓപ്ഷനാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ കറക്റ്റ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പിന്നെന്താണ്? 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് 1. പ്രസ്താവന 2 എന്ന് പറയുന്നത് പ്രസ്താവന 1ൻ്റെ ശരിയായ വിശദീകരണമാണ്. അപ്പം ഈ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ള ഓപ്ഷൻസ് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തത്, അപ്പോൾ നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ MCQs കഴിഞ്ഞു. അടുത്തത്, ദർ ഇസ് എ ചോയ്സ് ഫോർ 2 questions ഫ്രം 3 to 8. 3 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 3 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസിന് ചോയ്സ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ടാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ട് കേട്ടോ. 3A, B എന്നിങ്ങനെ തന്നിരിക്കുന്നത് കണ്ടോ. നോക്കിയോളൂ, വെൻ ബേരിയം ക്ലോറൈഡ് വാസ് മിക്സഡ് വിത്ത് അമോണിയം ക്ലോറൈഡ് ദ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഫ്രം 27 degrees Celsius to 21 degrees Celsius. അതായത് ബേരിയം ഹൈഡ്രോക്സൈഡ് അമോണിയം ക്ലോറൈഡുമായി ചേർത്തപ്പോൾ താപനില 27 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 21 ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞു. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു റിയാക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിക്കണേന്നൊക്കെ ഉള്ളത്. അപ്പോൾ നോക്കിയോളൂ, ഇവിടെ ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് തെർമോകെമിക്കൽ റിയാക്ഷൻ ഈസ് ഗിവൺ എബോവ്. മുകളിൽ തന്നിട്ടുള്ളത് ഏതു തരം തെർമോകെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ താപരാസ പ്രവർത്തനമാണ്? ഏത് തരം തെർമോകെമിക്കൽ റിയാക്ഷൻ ആണ്? ഏതുതരം താപരാസ പ്രവർത്തനമാണ്? ആൻസർ എഴുതണം. അടുത്തത്, വാട്ട് ഈസ് മീൻ ബൈ തെർമോകെമിക്കൽ റിയാക്ഷൻ. എന്താണ് തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ ആൻസർ നോക്കാം. ഇവിടെ നോക്കിയോളൂ, താപാകിരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ബേരിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡുമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് താപാകിരണ പ്രവർത്തനം അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ എക്സാമ്പിളാണ്.
അപ്പോൾ എയുടെ ക്വസ്റ്റ്യൻ ആയി. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താണ്? എന്താണ് തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ താപരാസ പ്രവർത്തനം എന്താണെന്നുള്ളത് നോക്കിയോളൂ. ദ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ആർ നോൺ ആസ് തെർമോകെമിക്കൽ റിയാക്ഷൻ. താപോർജ്ജം പുറത്തുവിടുന്നതോ അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾ താപരാസ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ രണ്ട് ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 മാർക്ക് സ്കോർ ചെയ്യാം. ഇനി മൂന്നാമത്തെ എൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ആർ അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അതായത് കെമിക്കൽ റിയാക്ഷനിൽ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ വിവിധ ഊർജ്ജ രൂപങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. എ ക്വസ്റ്റ്യൻ, റൈറ്റ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിലീസ്ഡ്. ഹീറ്റിന് അല്ലെങ്കിൽ താപം പുറത്തുവിടുന്ന ഒരു രാസപ്രവർത്തനം എഴുതുക. ഇവിടെ എക്സോതെർമിക്കിൻ്റെയും എൻഡോതെർമിക്കിൻ്റെയും എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ആ ഒരു ബോക്സോട് കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയോളൂ. ഇവിടെ നമ്മളുടെ ചോദിച്ചിട്ടുള്ളത് എക്സോതെർമിക് റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാനാണ്. അപ്പോൾ ഇതിൽ 2 കൊടുത്തിട്ടുണ്ട്. എന്താണ്? റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഗ്ലിസറിൻ, പിന്നെ റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യം ആയിട്ടുള്ള റിയാക്ഷനും പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും ആയിട്ടുള്ള പ്രവർത്തനം. ഇത് രണ്ടും എക്സോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപമോചക പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഇനി എക്സാമിന് നിങ്ങളുടെ എൻഡോതെർമിക് റിയാക്ഷന്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷൻ. രണ്ടാമത്തെ റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ്, ബേരിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് എഴുതിയാൽ മതി. ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മലയാളം മീഡിയംകാർക്കുള്ളതാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താപമോചക പ്രവർത്തനങ്ങൾക്കും താപാകിരണ പ്രവർത്തനങ്ങൾക്കുമുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഇത് ഞാൻ വായിക്കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. ഇങ്ങനെയുള്ള റിയാക്ഷൻസിന്റെ പൊതുവായ പേര് എഴുതുക. താപമോചക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻസ്. ഹീറ്റിനെ പുറത്തുവിടുന്ന അല്ലെങ്കിൽ താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ താപമോചക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. വെൻ കാർബൺ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോംഡ്. കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. എ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ രാസപ്രവർത്തനത്തിലെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങളും പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളും ഏതൊക്കെയാണ് ഇവിടുത്തെ അഭികാരകങ്ങൾ, ഏതൊക്കെയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ? അഭികാരകങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് ഏതൊക്കെയാണ് നോക്കിയോളൂ. അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? കാർബൺ ആൻഡ് ഓക്സിജൻ അല്ലെങ്കിൽ കാർബണും ഓക്സിജനും. അടുത്ത ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അതെ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൻ്റെ കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ രാസ സമവാക്യം എഴുതുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ. C+O2. C+O2 gives CO2. 5ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ എ ഗ്യാസ് ഈസ് കൂൾഡ് ദ പാർട്ടിക്കിൾസ് കം ക്ലോസർ ആൻഡ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ദെൻ ദ ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്. അതായത് നമ്മളൊരു വാതകം, ഒരു ഗ്യാസിനെ അല്ലെങ്കിൽ ഒരു വാതകം തണുപ്പിക്കുമ്പോൾ അതിലെ കണികകൾ അടുത്തടുത്ത് വരികയും കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം വർദ്ധിച്ച് വാതകം ദ്രാവകമായി മാറുകയും ചെയ്യുന്നു. ആണല്ലോ. ഇനി എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം? എന്താണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറഞ്ഞാൽ? ആൻസർ നോക്കിയോളൂ. ദ ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ടു അനദർ ഈസ് നോൺ ആസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഒരു ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ഒരവസ്ഥയിലുള്ള പദാർത്ഥം സബ്സ്റ്റൻസ് മറ്റൊരു അവസ്ഥയിലോട്ട് അനദർ സ്റ്റേറ്റ് അല്ലേ മറ്റൊരു അവസ്ഥയിലോട്ട് മാറുന്നതിനെ, ചേഞ്ച് ആവുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. അതായത് ലിക്വിഡ് സോളിഡായി മാറുന്നത്, സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നത്, ഗ്യാസ് സോളിഡായി മാറുന്നത്, ഇതൊക്കെ എന്താണ്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് എക്സാമ്പിൾസ് ആണ്. ഒരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെ അവസ്ഥാ പരിവർത്തനം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ദ്രാവകം വാതകമായി മാറുന്നത്, വാതകം ദ്രാവകമായി മാറുന്നത് ഒക്കെ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ചേഞ്ച്. ഈ മാറ്റവുമായി ബന്ധപ്പെട്ട ഊർജ്ജരൂപം ഏത്? ഇതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജം. കേട്ടോ, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്താണ് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് മാറുന്നത്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിന്റെ 2 മെറിറ്റ്സ് അല്ലെങ്കിൽ 2 മേന്മകൾ എഴുതുക.
നോക്കിയോളൂ, മെൻ്റലിവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ എന്താണ് മെറിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. 2 മെറിറ്റ്സ് ആണ് ഉള്ളത്. നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ളത് 2 മെറിറ്റ്സ് ആണ്. നോക്കിയോളൂ, എലമെന്റ്സ് വെയർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മെറിറ്റ്സ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും മെൻ്റലിവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. അറ്റോമിക മാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ, അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ. കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നമ്മൾ പഠിക്കണം. എന്താണ്? ബ്ലാങ്ക് സ്പേസസ് വെയർ ലെഫ്റ്റ് ഫോർ എലമെന്റ്സ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വെയർ പ്രെഡിക്റ്റഡ്. അത് അദ്ദേഹത്തിൻ്റെ ഈ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെറിറ്റാണ്. എന്താണ്? അതായത് അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബ്ലാങ്ക് സ്പേസസ് വെയർ ലെഫ്റ്റ് ഫോർ എലമെന്റ്സ് ടു ബി ഡിസ്കവേർഡ്, ദെയർ പ്രോപ്പർട്ടീസ് വെയർ പ്രെഡിക്റ്റഡ്, അവയുടെ പ്രോപ്പർട്ടീസും പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെറിറ്റ്, എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് വെയർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു സിംപ്ലിഫൈ ദ സ്റ്റഡി ഓഫ് എലമെന്റ്സ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്. അതായത് സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിലാണ് അദ്ദേഹം വർഗീകരിച്ചത്. എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ്, ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ എന്ത് ചെയ്തു? വെയർ ഗ്രൂപ്പ്ഡ് ടുഗദർ, അവയെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തു. കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 എണ്ണം എഴുതുക. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ബ്ലാങ്ക് സ്പേസസ് വെയർ ലെഫ്റ്റ് ഫോർ എലമെന്റ്സ് ടു ബി ഡിസ്കവേർഡ്. ഡിസ്കവർ ചെയ്യാൻ പോകുന്ന എലമെന്റ്സിന് വേണ്ടിയിട്ട് ബ്ലാങ്ക് സ്പേസസ് ഒഴിച്ചിട്ടു. അടുത്തത്, എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് വെയർ ഗ്രൂപ്പ്ഡ് ടുഗദർ, ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെന്റ്സിനെ ഒരുമിച്ച് വർഗീകരിച്ചു. ഇത് രണ്ടുമാണ് മെൻ്റലിവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിമെറിറ്റ് ആണ്. അതിവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. എന്താണ്? ദ ഓർഡർ ഓഫ് atomic mass was not strictly followed in the case of all elements. അതായത് എല്ലായിടത്തും അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. പിന്നെന്താ? ഹൈഡ്രജൻ കുഡ് നോട്ട് ബി ഗിവൺ ആൻ എക്സാക്ട് പൊസിഷൻ. ഹൈഡ്രജന് ഒരു എക്സാക്ട് പൊസിഷൻ നൽകാൻ കഴിഞ്ഞില്ല. പിന്നെ എലമെന്റ്സ് വിത്ത് വെരി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഹാഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതായത് വളരെയധികം വ്യത്യാസമുള്ള ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള എലമെന്റ്സ് പോലും ഒരേ ഗ്രൂപ്പിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തു. ഇതാണ് മെൻ്റലിവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാലായി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത്, അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. അത് ഓർത്ത് വെച്ചേക്കുക. മെൻ്റലിവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലുള്ളതാണ്. അടുത്തതാണ് അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അടുത്ത ഗുണം എന്താണ്? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചു. മൂലകങ്ങളുടെ അവയുടെ സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനം എളുപ്പമാക്കി. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചു. അപ്പോൾ രണ്ട് മേന്മകളാണ് മെൻ്റലിവ്സിൻ്റെ പീരിയോഡിക് ടേബിളിനുള്ളത്. എന്തൊക്കെയാണ്? അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിട്ടു, സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചു. ഇനി മെൻ്റലിവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. രണ്ടാമത്തത്, ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തത്, ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇത്രയും. കേട്ടോ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ A, B എന്നിങ്ങനെ 2 ചോയ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. നോക്കിയോളൂ. ഡൊബറൈനർ ആൻഡ് ന്യൂലാൻഡ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരാണ് ഡൊബറൈനറും പിന്നെ ന്യൂലാൻഡ്സ് എന്നിവർ. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൗ ഡിഡ് ഡൊബറൈനർ ക്ലാസിഫൈ ദ എലമെന്റ്സ്? എങ്ങനെയാണ് ഡൊബറൈനർ മൂലകങ്ങളെ വർഗീകരിച്ചത്? എങ്ങനെയാണ് നോക്കിയോളൂ. ഡൊബറൈനർ ക്ലാസിഫൈഡ് ദ എലമെന്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻറ്റു ഗ്രൂപ്പ്സ് ഓഫ് 3. ദീസ് ഗ്രൂപ്പ്സ് വെയർ കാൾഡ് ട്രയാഡ്സ്. അതായത് ഡൊബറൈനർ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഈ ഗ്രൂപ്പുകൾ ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്ത 7 B ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂലാൻഡ്സ്? ന്യൂലാൻഡ്സിൻ്റെ വർഗീകരണം ഏത് പേരിൽ അറിയപ്പെട്ടു? ഏത് പേരിലാണ്? അഷ്ടക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേഴ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം. അടുത്ത B ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഡാൾട്ടൺസ് തിയറി. അതായത് ഡാൾട്ടൻ്റെ സിദ്ധാന്തം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചതുമാണ്. അപ്പോൾ ഡാൾട്ടൻ്റെ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ നമ്മൾ സെലക്ട് ചെയ്യണം. A, B, C, D എന്നിങ്ങനെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് വായിക്കാം. An atom cannot be divided during a chemical reaction. ഒരു രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ശരിയാണോ? അതാണോ?
ശരിയാണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്ത രണ്ടാമത്തത്, മോളിക്യൂൾ ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ആണോ? അല്ല. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയെന്ന് പറയുന്നത് ആറ്റമാണ്. അപ്പോൾ ബി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അപ്പം നമുക്കിവിടെ എ ശരിയെന്ന് കിട്ടി, ബി തെറ്റാണെന്ന് കിട്ടി. അടുത്തത്, ആൻ ആറ്റം കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡെസ്ട്രോയിഡ്. ഒരു ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ആണോ? ആണ് അല്ലേ? അപ്പോൾ സി സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നിങ്ങൾ ഡാൾട്ടൻ്റെ തിയറി ഉണ്ടല്ലോ, ഡാൾട്ടൻ്റെ സിദ്ധാന്തം, അത് പഠിക്കണം. നമ്മുടെ ടെക്സ്റ്റിൽ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആൻ ആറ്റം ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹൗ സെയിം സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. അതായത് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കുമെന്നാണോ? അല്ല. ഡി സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. എന്താ അവിടെ പറഞ്ഞുള്ളത്? ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദെയർ സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ് അല്ലേ? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും. അടുത്ത നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 ആക്ടിവിറ്റീസ് ആർ ഗിവൺ. ഇവിടെ 2 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, 2 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 പ്രവർത്തനങ്ങൾ? ഒന്ന്, വാക്സ് ഈസ് മെൽറ്റഡ് ഇൻ എ സ്പൂൺ. ഒരു സ്പൂണിൽ മെഴുകുരുക്കുന്നു. രണ്ടാമത്തത്, ബേണിംഗ് ഓഫ് ക്യാൻഡിൽ. ഒരു മെഴുകുതിരി കത്തിക്കുന്നു. നോക്കിയോളൂ, എ ബി എന്നിങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. വിച്ച് ഓഫ് ദീസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്? ഈ പറയുന്നതിൽ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം ഏതാണ്? സ്പൂണിൽ മെഴുകുരുക്കുന്നതാണോ, ബേണിംഗ് ഓഫ് എ ക്യാൻഡിലാണോ? രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബേണിംഗ് ഓഫ് എ ക്യാൻഡിൽ, ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണ് ഇവയിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബേണിംഗ് ഓഫ് എ ക്യാൻഡിൽ അല്ലെങ്കിൽ മെഴുകുതിരി കത്തുന്നു എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തത്, വൈ ഈസ് ഇറ്റ് ഐഡൻറ്റിഫൈഡ് ആസ് എ കെമിക്കൽ ചേഞ്ച്? എന്തുകൊണ്ടാണ് ഇത് രാസമാറ്റമാണെന്ന് പറയാനുള്ള കാരണം? എൻ്റെ ആൻസർ നമുക്ക് നോക്കാം. എൻ്റെ ആൻസർ നോക്കിയോളൂ, ഡ്യൂറിങ് ബേണിംഗ് ഓഫ് ക്യാൻഡിൽ എന്ന് എഴുതണം കേട്ടോ. ഡ്യൂറിങ് ബേണിംഗ് ഓഫ് ക്യാൻഡിൽ ദ വാക്സ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ ആൻഡ് പ്രൊഡ്യൂസസ് ന്യൂ സബ്സ്റ്റൻസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, വേപ്പർ, ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതായത് നമ്മുടെ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച് എന്ന് എഴുതണം കേട്ടോ. ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. അതായത് നമ്മുടെ ക്യാൻഡിലിനെ നമ്മൾ ബേൺ ചെയ്യുന്ന മെഴുകുതിരി കത്തുന്ന സമയത്ത് മെഴുക് അല്ലെങ്കിൽ വാക്സ് നമ്മുടെ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, ജലബാഷ്പം, ചൂട്, വെളിച്ചം എന്നീ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇതൊരു രാസമാറ്റമാണ്. അപ്പം ഇംഗ്ലീഷ് മീഡിയംകാരെ എഴുതുമ്പോൾ ഡ്യൂറിങ് ബേണിംഗ് ഓഫ് ക്യാൻഡിൽ എന്നുള്ളത് എഴുതി ചേർക്കണം. അതുപോലെ ലാസ്റ്റ് ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച് എന്നും എഴുതണം കേട്ടോ. അടുത്തത് അപ്പോൾ നമ്മുടെ 2 മാർക്കിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് 3 മാർക്കിൻ്റെ സെക്ഷനാണ്. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1 question from 9 to 10 have choice. Each question carries 3 scores. അതായത് 9 മുതൽ 10 വരെ ചോദ്യങ്ങളിൽ ഒരു ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ട്, 3 മാർക്ക് വീതം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കോപ്പർ ഈസ് ടു ബി കോട്ടഡ് ഓൺ ആൻ അയൺ ബാങ്കിൾ. ഒരു ഇരുമ്പ് വളയിൽ അയൺ ബാങ്കിളിൽ നമ്മൾ കോപ്പർ കോട്ട് ചെയ്യണം അല്ലെങ്കിൽ കോപ്പർ പൂശണം. ഒരു ഇരുമ്പ് വളയിൽ കോപ്പർ പൂശണം. ഇനി എ ബി സി എന്നിങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ ഇതാണ്, ടു വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് അയൺ ബാങ്കിൾ കണക്റ്റഡ്. ഇവിടെ ബാറ്ററിയുടെ ഏത് ടെർമിനലുമായാണ് ഇരുമ്പ് വള അല്ലെങ്കിൽ അയൺ ബാങ്കിൾ കണക്ട് ചെയ്യേണ്ടത്, ബന്ധിപ്പിക്കേണ്ടത്? ബാറ്ററിയുടെ ഏത് ടെർമിനലുമായാണ് ഇരുമ്പ് വള ബന്ധിപ്പിക്കേണ്ടത്? അതാണ് എ ക്വസ്റ്റ്യൻ. ആൻസർ നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് നമ്മുടെ ആ വള ബന്ധിപ്പിക്കേണ്ടത്. അടുത്ത ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ? ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഇവിടെ ഉപയോഗിക്കേണ്ട ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. അടുത്ത സി ക്വസ്റ്റ്യൻ, ദിസ് റിയാക്ഷൻ ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. വൈ? ഇത് ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ്. എന്തുകൊണ്ട്? ദിസ് ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇതൊരു വൈദ്യുത രാസപ്രവർത്തനമാണ്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് യൂസ്ഡ് ടു പെർഫോം ദിസ് റിയാക്ഷൻ. ഈ പ്രവർത്തനം നടത്താൻ നമ്മൾ ഏത് എനർജിയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇത് ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു വൈദ്യുത രാസപ്രവർത്തനമാണ്. കാരണം ഈ പ്രവർത്തനം നടത്താൻ നമ്മൾ വൈദ്യുതോർജ്ജമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 ഓപ്ഷൻസ് ഇവിടെ ഉള്ളത്, 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ 10 എ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ കണ്ടെയ്ൻസ് 1 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ക്ലോറിൻ ആറ്റം. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു ആണല്ലോ. ഇനി എ ബി സി എന്ന് പറഞ്ഞിട്ട്
3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 എണ്ണം എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട്. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ? ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയുടെ തന്മാത്രാവാക്യം. എന്ത് എളുപ്പമല്ലേ? എന്താണ് ആൻസർ? HCl. ഹൗ ക്യാൻ യു റെപ്രസെൻറ്റ് 5 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്? എങ്ങനെയാണ് നമ്മൾ 5 ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? 5 HCl. കണ്ടോ? HClൻ്റെ ലെഫ്റ്റ് സൈഡിൽ 5 എന്ന് കൊടുക്കാം. അടുത്ത C ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 5 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്? 5 ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? എന്താ ഇവിടെ നോക്കിയോളൂ. 5 HCl. അതിൻ്റെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയോളൂ, ഇവിടെ ഏതൊക്കെ ആറ്റംസ് ആണുള്ളത്? H ഉണ്ട്, Cl ഉണ്ട്, ഹൈഡ്രജനും ക്ലോറിനും. H എന്ന് വെറുതെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ 5 × 1. 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 5 ആണ് അവിടെ എഴുതിയേക്കണം. അപ്പോൾ 5 × 1. ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ H2 എന്നായിരുന്നു കൊടുത്തിരുന്നത്. എങ്കിൽ നമ്മൾ ഇത് എങ്ങനെ മാറിയേനെ? ഇവിടെ എങ്ങനെ മാറുമെന്നറിയോ? 5 × 2 എന്നായേനെ കേട്ടോ. അപ്പം മനസ്സിലായല്ലോ. H3 എന്നായിരുന്നെങ്കിൽ 5 × 3 എന്നായേനെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എഴുതിക്കോളുക. അപ്പോൾ അവിടെ നോക്കൂ, H 5 × 1 5. അടുത്ത Cl കൂടെ വേറെ ഒന്നുമില്ല. Cl2 എന്നാ Cl3 എന്നാ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ Cl ഒന്നായിട്ടാണ്. അപ്പോൾ 5 × 1 5. അങ്ങനെ നമുക്ക് 5 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 5 + 5 10. അപ്പോൾ മൊത്തം എത്രയുണ്ട്? 10 ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 5 + 5 10. ഓക്കെ ആണല്ലോ. അടുത്ത 10B ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇൻ 1 മോളിക്യൂൾ ഓഫ് സൾഫ്യൂറിക് ആസിഡ് 2 ഹൈഡ്രജൻ ആറ്റംസ് 1 സൾഫർ ആറ്റംസ് ആൻഡ് 4 ഓക്സിജൻ ആറ്റംസ് ആർ പ്രസൻറ്റ്. അതായത് ഒരു സൾഫ്യൂറിക് ആസിഡിൻ്റെ മോളിക്യൂളിൽ എന്തൊക്കെയുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റവും 1 സൾഫർ ആറ്റവും 4 ഓക്സിജൻ ആറ്റങ്ങളും ഉണ്ട്. ആണെങ്കിൽ ഇവിടെ ABC എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് എ മോളിക്യൂൾ ഓഫ് സൾഫ്യൂറിക് ആസിഡ്. ഒരു സൾഫ്യൂറിക് ആസിഡ് തന്മാത്രയുടെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എഴുതുക. എന്താണ്? H2SO4 അല്ലേ? H2SO4. ഇനി B ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു റെപ്രസെൻറ്റ് 10 മോളിക്യൂൾസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ്? സൾഫ്യൂറിക് ആസിഡിൻ്റെ 10 തന്മാത്രകളെ എങ്ങനെ പ്രതിനിധീകരിക്കാം? എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എങ്ങനെ? നമ്മൾ എങ്ങനെ എഴുതണം? 10 H2SO4 എന്ന് എഴുതിയാൽ മതി. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ H2SO4 എന്ന് എഴുതുമ്പോൾ ഈ 2ഉം 4ഉം ഉണ്ടല്ലോ. H2ലെ 2ഉം SO4ലെ O4ലെ 4ഉം അത് അതിൻ്റെ താഴെ ചെറുതായിട്ട് എഴുതണം കേട്ടോ. അടുത്ത C ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 10 മോളിക്യൂൾസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ്. 10 മോളിക്യൂൾ സൾഫ്യൂറിക് ആസിഡിൻ്റെ അല്ലെങ്കിൽ സൾഫ്യൂറിക് ആസിഡിൻ്റെ 10 തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണക്കാക്കുക. നമ്മൾ നേരത്തെ ഹൈഡ്രജൻ ക്ലോറൈഡിൽ കണ്ടുപിടിച്ചില്ലേ? അതേപോലെ തന്നെ H2SO4ലെ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതാണ് HSO എന്ന് കൊടുത്തിട്ടുള്ളത്. Hൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഇവിടെ 10 മോളിക്യൂൾസ് ആണുള്ളത്. അപ്പോൾ 10 × H2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 10 × 2 20. കണ്ടോ? അടുത്ത Sൽ S1 അല്ലെ? S ഒന്നേ ഉള്ളൂ. അപ്പോൾ 10 × 1 അപ്പോൾ 10. അടുത്ത O4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 10 × 4 എത്രയാണ്? 40. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം 20 + 10 + 40 എത്ര വരും? 70. എത്രയാണ്? 70. അപ്പോൾ ഇത്രയാണ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. എല്ലാവർക്കും എക്സാം വളരെ എളുപ്പമായി തീരട്ടെ. ഓൾ ദി ബെസ്റ്റ്.